ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായി ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി തളിർക്കും ഞാൻ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായി. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കണ്ണുമൂവൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാൻ വയ്യായിരുന്നു. അപ്പോൾ അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ബലത്തിലാണിപ്പോൾ. 3 ഡേയ്സായി. കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യം കൊണ്ടൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളും പാട്ടുകളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഒരു ഗായകരെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണല്ലോ സന്തോഷം. പാട്ടുകൾ പാടുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ആനന്ദവും ഒരു നിർവൃതി എന്ന് പറയുന്നത് അത് നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. ഒരു കലാകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രവൃത്തി, അവരുടെ ഒരു കർമ്മം കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് അവർക്കൊരു മനസ്സിനൊരു സംതൃപ്തി കിട്ടുക. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റി. അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ഒരു സപ്പോർട്ടും അതിന് മെയിൻ ഘടകമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയത്. അത് അങ്ങനെ തന്നെ. എനിക്ക് ഓരോ സന്തോഷങ്ങൾ എൻ്റെ ലൈഫിൽ വരുമ്പോഴും എനിക്ക് പേടിയാണ്. കാരണം ഒരു സന്തോഷത്തിൻ്റെ പുറകെ ഒരു ദുഃഖം കൂടെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളും അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് കൂടുതൽ സന്തോഷിക്കാനായിട്ട്. പരിമിതമായിട്ടുള്ള സന്തോഷങ്ങളും പരിമിതമായിട്ട് അതിൻ്റെ കൂടെ തന്നെ ദുഃഖവും അടങ്ങിയതാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു ലിമിറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്നും നമുക്കൊരു എന്താ പറയുക, അത് സഹിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദുഃഖം വന്നാലും അത് നമുക്ക് അതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. വല്ലാണ്ട് നമ്മൾ സന്തോഷം അല്ലെങ്കിൽ പ്രതീക്ഷകളും വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിൽ കരുതിയാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ എത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടന്നാലും ചിരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലൊരു ലിമിറ്റ് വെച്ചേക്കും. കാരണം നമ്മൾ അമിതമായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും എൻ്റെ ലൈഫിലില്ല. എൻ്റെ ലൈഫിൽ ഞാനെല്ലാം ലിമിറ്റായിട്ട് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു കാൽഭാഗം ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു തരി പോലും നമുക്ക് ലഭിക്കണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ആഗ്രഹങ്ങളൊന്നും മുന്നോട്ട് കരുതി വയ്ക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ മ്യൂസിക് ക്ലാസ്സിൻ്റെ വീഡിയോ എടുത്തിടാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് 2 ദിവസത്തേക്ക് ഞാൻ മീറ്റ് വെച്ചു. പിന്നെ ഈ വീഡിയോ ഇടാതെ ഇരിക്കും തോറും യൂട്യൂബ് ചാനലിൻ്റെ ഇത് കുറഞ്ഞു വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തിടണം. പിന്നെ നിങ്ങൾ എന്നെ വിശ്വസിച്ച് കുറച്ച് പേര് ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നല്ല മനസ്സുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ എന്തെങ്കിലും ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ചു. എല്ലാ ദിവസവും കറക്റ്റായിട്ട് വീഡിയോ ഇടാമെന്ന് വെച്ചാൽ നടക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളായിട്ട് അങ്ങനെ വിട്ടുപോകും. എന്തായാലും ഒത്തിരി സന്തോഷം. എന്നെ വിശ്വസിച്ച് ഇങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഒത്തിരി നന്ദി. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ എനിക്ക് കുറച്ച് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ ആവുമെന്നും അറിയില്ല. എൻ്റെ ഈ ത്രോട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സും എനിക്ക് മുന്നോട്ട് എടുക്കാനും പറ്റുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാനസിക പ്രശ്നങ്ങളായിട്ട് വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ സംഗീതമാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പാട്ട് ഒരു മൂവിയിൽ ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് പാടാൻ സാധിക്കുക എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര എനിക്കത് ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഈശ്വരൻ കൊണ്ട് തന്നു എന്നുള്ളത്. അത് ശരിക്കും എൻ്റെ വരാഹിയമ്മയുടെ അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരാഹിയമ്മയുടെ അനുഗ്രഹം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അങ്ങനെ നല്ല മനസ്സുള്ള കുറച്ച് ആളുകളെ എനിക്കൊരു അവസരം തന്നു. അതെൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പൊൻതൂവലായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ കുറേ സന്തോഷങ്ങൾ അങ്ങനെ തന്നിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ സന്തോഷിച്ചാലും എൻ്റെ ഉള്ളിൽ ഞാനെല്ലാം ഒരു ലിമിറ്റിലാണ് വയ്ക്കുന്നത്. നാളെ എപ്പോഴും നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ നിലനിന്ന് പോകാൻ സാധ്യമല്ല. പണ്ട് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ,
ഒന്ന് ചീഞ്ഞ ഒന്നിന് വളാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്നും ഒരേ നിലനിന്ന് ഒരേ പോസ്റ്റിൽ അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ലത്. എന്നാലും നമുക്കൊരു താഴ്ച ഉണ്ടാവാം, വീഴ്ച ഉണ്ടാവാം. അപ്പം അതിന് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ജീവിതം നമുക്ക് എന്നാണേലും ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. ആ സ്റ്റോപ്പിനെ ലേക്കുള്ള, അതായത് നമ്മൾ ആ ഒരു അവസാനത്തിലേക്കുള്ളൊരു യാത്രയാണ് ലൈഫ് എന്ന് പറയുന്നത്. ജീവിതം ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങുന്ന നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആ മരണത്തിലേക്കുള്ള യാത്ര തന്നെയാണ്. എന്താണേലും ഒരു എൻഡിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ, നല്ല പാട്ടുകൾ, നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റിയ കുറച്ച് പാട്ടുകൾ നിങ്ങൾക്ക് തരണം. അതിലൂടെ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതൊരു വലിയൊരു അഹങ്കാരമായിട്ടുള്ളൊരു കാര്യമാണ് ആയിരിക്കാം ഒരു പക്ഷേ. എന്നാലും ഒരു ഗായിക എന്ന നിലയിൽ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ദൈവം പിന്നെ എല്ലാം നമ്മുടെ ഒരു തലയിലെഴുത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഇതാണല്ലോ. നമ്മുടെ തലയിൽ എഴുതി വെച്ചേക്കണം, ഈശ്വരനെ എഴുതി വെച്ചേക്കണം എന്താണോ അതേപോലെയൊക്കെ നമുക്ക് വരുള്ളൂ. എന്തായാലും ഇത്രത്തോളമൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നത്. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നത്. എന്തായാലും ഇത്രത്തോളം എൻ്റെ ലൈഫിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നല്ല അവസരങ്ങളും എനിക്ക് ഈശ്വരൻ തന്നു. ഇനിയും തുടർന്നും എനിക്ക് എൻ്റെ പാട്ട് പാടി തന്നെ, എൻ്റെ പാട്ടിലൂടെ എനിക്ക് ജീവിക്കണം എന്നാണ്, എൻ്റെ കലയിലൂടെ ജീവിക്കണം എന്നാണ്. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും ഒരു ഭാരമാവാതെ, എൻ്റെ അമ്മയുടെ സ്നേഹത്താണല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള കുറച്ച്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ പാടി മുന്നോട്ട് സന്തോഷമായിട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ദൈവത്തിനോടുള്ളൊരു പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ത്രോട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോഴും എൻ്റെ മൈൻഡ് വല്ലാണ്ട് തകർന്നു. കാരണം ഒരു ദിവസം പോലും പാടാതിരിക്കുക എന്ന് പറയുന്നതാണ് എന്നെ ഇപ്പോൾ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളി. പാട്ടിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം എനിക്ക് പാട്ടിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എൻ്റെ മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ വിളിച്ചു പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര വിഷമമായിട്ട് മാറും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങൾ. 2 ദിവസമായിട്ടും എനിക്ക് തീരെ വയ്യായിരുന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല, വയ്യെങ്കിലും ഞാൻ മാക്സിമം എഴുന്നേറ്റിരിക്കും. എപ്പോഴും നമ്മളിങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുമ്പം അത് നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മാക്സിമം ഞാൻ വെറുതെ കിടക്കുമ്പോഴാണെങ്കിലും പാട്ടുകൾ വെച്ച് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. മൈൻഡ് എപ്പോഴും നമ്മൾ റിലാക്സ് ആക്കി വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. പിന്നെ അമ്മയെ വിളിക്കുക, കൂടുതലും അമ്മയോട് സംസാരിക്കുക. എൻ്റെ കുഞ്ഞ് വരുമ്പോൾ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഇപ്പം എനിക്ക് ജലദോഷം, ഈ കഫക്കെട്ടൊക്കെ വന്നിട്ട് ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും, അത്രയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കൂടുതലും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വയ്ക്കാനൊക്കെ ചില സമയത്ത് ഒട്ടും പറ്റുന്നില്ല ക്ഷീണം കൊണ്ട്. ഈ ആൻറ്റിബയോട്ടിക് എടുക്കുന്നതിൻ്റെ ഒരു ക്ഷീണവും എനിക്കുണ്ട്. എന്തായാലും ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയല്ലോ. അപ്പോൾ ഈശ്വരൻ എന്ന് കരുതി വെച്ചിട്ടുണ്ട്. ഈശ്വരനൊന്നൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെപ്പറ്റി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ പടിപടിയായിട്ടുള്ള വളർച്ചയും പെട്ടെന്നുള്ള വളർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. പടിപടിയായിട്ട് ഉയർന്നു വരുന്നതിനൊരു സുഖമുണ്ടല്ലേ. പിന്നെ എനിക്ക് കിട്ടിയ കുറേ എൻ്റെ നാട്ടുകാർ തന്ന അംഗീകാരം, എൻ്റെ സ്കൂളിൽ ഞാൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ സ്കൂളിൽ തന്ന ഒരു അംഗീകാരവും, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ, ബൈ.